ാനുള്ള കാരണം അത് മഹാന്മാരായ ഉസ്താദുമാരോടുള്ള പൊരുത്തമാണ്, അവരോടുള്ള മക്കളെ ഉസ്താദുമാരുടെ പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും വളർച്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും, പുരോഗതി ഉണ്ടാവും. ശംസുൽ ഉലമ പറയാണ്, ശംസുൽ ഉലമ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പഠിക്കുന്ന സമയം, ബാഖവി ബിരുദത്തിന് വേണ്ടി പഠിക്കുന്ന സമയം. മക്കൾ, നിങ്ങൾ ബാഖവി എന്ന് കേട്ടിട്ടുണ്ടോ? ബാഖവി എന്നൊരു ബാഖവിന്റെ പേര് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ബാഖവി ബിരുദം കൊടുക്കുന്ന കോളേജാണ്. അങ്ങനെ ആ കോളേജില് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പഠിക്കുന്ന സമയം എന്റെ 21ാമത്തെ വയസ്സിലാണ് കോളേജിലേക്ക് പോയത്. ആ സമയത്ത് അന്ന് അവിടത്തുള്ള ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഹസ്രത്ത് ഉസ്താദ് വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, അഗാധമായ ജ്ഞാനമുള്ളവരാണ്. പക്ഷെ ചെറിയൊരു പ്രയാസമെന്ന് പറഞ്ഞാൽ, കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറയാനുള്ള ഒരു വാക്കുവൈഭവം കുറച്ച് പ്രയാസമാണ്. അത് മനസ്സിലാക്കിയപ്പോ ചില വിദ്യാർത്ഥികളൊക്കെ ക്ലാസ് റൂമിൽ വെച്ച് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉസ്താദിനെ ഇങ്ങനെ ഇടങ്ങേറാക്കും. ഉസ്താദ് പെട്ടെന്ന് മറുപടി പറയാൻ വിഷമിക്കും. ഇത് പലതവണ ആവർത്തിച്ചപ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുണ്ടല്ലോ, അതേ കോളേജിലും അതേ ക്ലാസ്സിലും പഠിക്കുന്ന ശംസുൽ ഉലമ ഈ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉസ്താദിന്റെ അരികെ വന്നിട്ട് പറയുകയാ, ഉസ്താദേ, അങ്ങ് സമ്മതം തരികയാണെങ്കിലോ, ഉസ്താദ് സമ്മതം തരികയാണ്, ഇനി ആര് സംശയം ചോദിച്ചു കഴിഞ്ഞാലും ക്ലാസ് റൂമിൽ വെച്ച് ഞാൻ മറുപടി പറയാമെന്ന്. ഇതാരാ പറയണത്? അതേ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ ശംസുൽ ഉലമയാ പറയണത്. ഉസ്താദ് സമ്മതം തരികയാണെങ്കിലോ ഇനി വിദ്യാർത്ഥികൾ ഉസ്താദിനോട് സംശയം ചോദിക്കുമ്പോ ആ സംശയത്തിന് ഞാൻ മറുപടി പറയാമെന്ന്. ഉസ്താദിനത് വലിയ ഇഷ്ടമായി സമ്മതം കൊടുത്തു. അന്ന് മുതൽ ആ കോളേജിന്റെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് വിദ്യാർത്ഥികൾ ആര് സംശയം ചോദിച്ചു കഴിഞ്ഞാലും ഉസ്താദിന് പകരമായി മറുപടി പറയുന്നതാരാണ്? ശൈഖുനാ ശംസുൽ ഉലമ. ഉസ്താദിന് അതൊരു വലിയ സന്തോഷമായി. ഒരു ദിവസം ആ വിദ്യാർത്ഥിയായ ശംസുൽ ഉലമയെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ തന്റെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ടോ വലിയ ആദരവോടെ ആ വിദ്യാർത്ഥിയായ ശംസുൽ ഉലമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആ ഉസ്താദ് പറയുന്നു, അല്ലാഹു മോനെ അനുഗ്രഹിക്കട്ടെ. ശംസുൽ ഉലമ പറയുകയാ, ആ ഉസ്താദുമാരുടെ പൊരുത്തമാണ് എന്റെ ജീവിതത്തിലെ അഭിവൃദ്ധിയുടെ കാരണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലും ആഖിറത്തിലും വിജയം വേണോ? ഉസ്താദുമാരുടെ പൊരുത്തം